Audience. ഓ ഫോൺ എടുത്തല്ലോ അല്ലേ? 2-3 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. അല്ല എന്താ ബാഗുലയാ എന്താ നിന്റെ വിചാരം? ഒന്നും രണ്ടല്ല 8000 ഉറുപ്പ്യാണ് നീ തരാൻ. എല്ലാം കഴിഞ്ഞു, ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ചീര കിട്ടണമെങ്കിൽ നാളെ എനിക്ക് പൈസ തരണം. ഇനി ചീര നീ എടുത്തെടുത്തില്ല എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നാളെ എനിക്ക് അവസാനമായിട്ട് പൈസ തരണം. തന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് സത്യാഗ്രഹം കിടക്കും. അപ്പം ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അവിടെ ഒന്ന് സത്യാഗ്രഹം കിടക്കും. ഈ മക്കളെന്ന് പറഞ്ഞ ഏത് മക്കള്? ഈ തങ്കവും കനകനും അവരെൻ്റെ മക്കളല്ലേ? അതെ. മണ്ണിൽ പണിയെടുക്കുന്ന ഉപഭോക്താവിന് വേണം ഞാനൊരു ചെറിയ ഗുണദോഷം തരാം. ആദ്യം അവനവൻ്റെ കാര്യം നോക്കടാ, എന്നിട്ട് മതി മറ്റുള്ളവരെ ഉപദേശിക്കുക. നിങ്ങൾ വിത്തിട്ട് ചീര വാങ്ങി വളം ഇട്ട് അതിനെ തഴച്ച് വളർത്തി വെട്ടിക്കണ്ടിച്ച് കടക്കാർക്ക് കൊടുത്തിട്ട് കിട്ടാത്ത പൈസ വേണ്ടിട്ടില്ലേ ബഹളം ഉണ്ടാക്കുക? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരാമെന്ന്. എന്താ ഐഡിയ? നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് CC കിടക്കത്തിലും. അപ്പൊ CC പെൻഡിങ് ആകുമ്പോൾ അവന്മാര് ഗുണ്ടകളെ വിടും, ഫിനാൻസുകാർ. അവന്മാര് കൃത്യമായിട്ട് നമ്മുടെ പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയോ പാനും കൊണ്ടുപോകും. അതേപോലെ 3-4 ഗുണ്ടകളെ ഏർപ്പാടാക്കിയാൽ മതി ഇതിനകത്ത്. ചീരയല്ല, അവന്മാരിനി എത്ര പൈസ തരാനുണ്ടെങ്കിലും അവന്മാർ മേടിച്ചോണ്ട് തരും. അവർക്ക് ചെറിയൊരു കമ്മീഷൻ കൊടുക്കണം. കൊടങ്ങാവളയുള്ള ലൂസിഫർ മുതലാളി, പുള്ളിക്ക് ഇതേപോലെ വണ്ടി കച്ചവടമുണ്ട്, ബാറ്ററി കച്ചവടമുണ്ട്, പല പരിപാടികളുണ്ട്. പലിശയ്ക്ക് പൈസ കൊടുക്കും. പലിശ പെൻഡിങ് ആകുമ്പോൾ ചന്തയിട്ട് ഗുണ്ടകളെ ഇരച്ചു കയറും. എല്ലാ കടക്കാരെ കൊങ്ങാക്കി കുടിച്ച് പലിശ, കൂട്ടുപലിശ, വീതപലിശ മേടിച്ചോണ്ട് കൊടുക്കും. അതേപോലെ ഒരു ഏർപ്പാട് ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുവരെ കിട്ടാനുള്ള എല്ലാ ചീരയുടെ പൈസയും ആരോട് പറയും. എളിയെടുത്ത് വാതുറക്കാൻ വയ്യാത്താണ് ആ ചീരയുടെ പൈസ. ചുമ്മാ അല്ല. ഗിരിരാജ, മോനെ ഗിരിരാജ, വല്യച്ഛൻ. ഗിരിരാജ എപ്പോഴും ഇങ്ങോട്ട് വന്നു? ഞാൻ കുറച്ചേരായി അറിയാണ്ടൊന്നും ഉറങ്ങിപ്പോയി വല്യച്ഛൻ. ഓ, നിങ്ങൾക്ക് ഉറങ്ങാമല്ലോ. അവിടെ ഊണുമില്ല, ഉറക്കവുമില്ല, വെയിലുമില്ല, ഒന്നുമില്ല. വല്യച്ഛൻ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് വല്യമ്മേനും കൂടി കൊണ്ടുവരായിരുന്നു, ഒന്ന് കാണായിരുന്നു. ഞാൻ അവളെ വിളിച്ചതാ. അവള് വരണ്ടേ? അവൾക്ക് അവിടെയെങ്കിലും ഇഷ്ടപ്പെട്ടു പോയി. അതെ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട വല്യച്ഛ, ഈ ചീര വാങ്ങിയിട്ട് ആൾക്കാരായിട്ട് പോവും, പിന്നെ കാശ് തരില്ല, പിന്നെ കാശിന് വേണ്ടി അവരുടെ പിറകെ എങ്ങനെ നടക്കണം. ഈ ചീര കൃഷിയൊക്കെ നടത്തിയിട്ട് ഈ കാശ് തരാത്ത ആൾക്കാരുടെ പുറകിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇതിപ്പോ നമ്മള് ലാഭം നോക്കിയിട്ടല്ലോ. ഈ പാടൊക്കെ ഇങ്ങനെ ചുമന്ന് കിടക്കണതാണ് ഒരു രസല്ലേ. പിന്നെ പാരമ്പര്യമായിട്ട് കൃഷിയാണല്ലോ പണി, അപ്പൊ ഇങ്ങനെ നടത്തി പോണു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ജീവിക്കാൻ കാശ് വേണ്ടേ? വൃത്തിയെ കെട്ടി തോളിൽ വെച്ച് അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ജീവിക്കാൻ കാശ് വേണം. അതിനൊരു മാർഗം പറഞ്ഞു തരാം. അയ്യോ, ഇനിയിപ്പോ പുതിയ മാർഗമൊന്നും വേണ്ട വല്യച്ഛ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എനിക്ക് വയ്യ അധ്വാനിക്കാൻ. എടാ, അധ്വാനിക്കുന്നല്ല. ഇന്ന് നട്ടുച്ചയ്ക്ക് മുന്നേ ഒരു പകുറി എടുക്ക്. ഭാഗ്യം കടാക്ഷിക്കും. 4 തലമുറയ്ക്ക് തിന്ന് മതിച്ച് കഴിയാനുള്ളത് കിട്ടും. സുഖിച്ച് ജീവിക്കാം. അല്ല, എനിക്ക് അതിലെ പ്രൈസ് കിട്ടുന്നത് വല്യച്ഛൻ എങ്ങനെ ഉറപ്പ് പറയണേ? എടാ, മരിച്ച ഞങ്ങൾക്ക് അതീന്ദ്ര ബോധമുണ്ട്. ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. അതെ. ടിക്കറ്റ് എടുക്കാം, തന്നെ എടുക്കാം. മാവാ, മാവ്, ഞാൻ ഇവിടെ. റൊണാൾഡോ പോയാ? റൊണാൾഡോ അപ്പൊ തന്നെ പോയല്ലോ. പിന്നെ ആരത് ചിരിച്ച്? അത് ഞാനൊരു സ്വപ്നം കണ്ടതാ, സ്വപ്നത്തിൽ ചിരിച്ചതാ. ഞങ്ങൾക്കേ ഒരു വല്യച്ഛൻ ഉണ്ടായിരുന്നു, പുരുഷവല്യച്ഛൻ. കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ല, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇങ്ങനെ പുരുഷവല്യച്ഛനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്യച്ഛപ്പം മരിച്ചിട്ട് എത്ര കൊല്ലായി ഉണ്ടാവും? എനിക്ക് എങ്ങനെ അറിയാനാണ്? അമ്മാവൻ എന്നെ അറിയില്ല, പിന്നെ അങ്ങനെ പറയാന്. അല്ലടാ, ഞാനത് ആലോചിച്ച് നോക്കിയതാണേ. വല്യച്ഛൻ മരിക്കുമ്പോ
ഞാൻ 10ലാണ് പഠിക്കുന്നത്. ഉം. 10ൽ പഠിക്കുക പറയുമ്പോൾ ഇപ്പം എൻ്റെ വയസ്സ് കഴിഞ്ഞൊരു 47 കൊല്ലയിലായിട്ടുണ്ടാവും വല്യച്ഛൻ മരിച്ചിട്ട്. ഓ 47 കൊല്ലായി. എന്നിട്ട് വല്യച്ഛന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. ഏ അല്ല ഈ മരിച്ചു പോയവരുടെ ആത്മാക്കളോ അല്ലെങ്കിൽ മരിച്ചു പോയവരൊക്കെ എന്തെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തിപ്പോ ആരെങ്കിലും പ്രവേശിച്ചല്ലോ. അല്ല അങ്ങനെ നടക്കുമോന്ന് ചോദിക്കുക. അതിനൊക്കെ ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കൂലായിരിക്കും. അതെ അല്ലേ? എന്ത് പറ്റി? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പകലിപ്പോ നമ്മൾ എന്തെങ്കിലും സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കും, ആ സ്വപ്നം ഫലിക്കും? ഒട്ടക്കൂല എന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചിലത് നടക്കും, ചിലത് നടക്കൂല. കൂടുതൽ ഏതാ കേട്ടേക്കണ്? അങ്ങനെ കൂട്ടി കുറച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എന്ത് പറ്റി, കാര്യം പറയാ. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. അല്ല ഇപ്പൊ സമയത്രേ? ആരെ കയ്യിലാ വാച്ച്? അയ്യോ 11:30 മണിയായി. നട്ടുച്ചയ്ക്ക് ഇനി അരമണിക്കൂറും കൂടി ഉള്ളൂ. ഒരു സാധനം മേടിക്കണ്ട്, ഞാൻ പോരാ. ഇത് വെയിലാണെന്ന്. വെയില്. അതെ, ചൂടും വെയിലൊന്നും നോക്കിക്കാൻ പറ്റില്ല കുട്ടിയെ. 4 തലമുറക്കേ ജീവിക്കാനുള്ളതാ. 4 തലമുറ ജീവിക്കാണ്. കുട്ടിയെ, ഇപ്പൊ ഒരുപാട് ടിക്കറ്റ് ഉണ്ടല്ലോ. ഇതിൽ ഇന്ന് നറുക്കെടുക്കുന്ന ടിക്കറ്റ് ഉണ്ടാ? ഇത് ഇന്ന് എടുക്കണേ, വൈകിട്ട് എടുക്കുന്ന ടിക്കറ്റാ. അതെ. അത് അവസാനം 4 അക്കം വരുന്നുണ്ട്. 4 സംഖ്യ. സാറിന്റെ ലക്കി നമ്പറാണ്. എനിക്ക് ലാസ്റ്റ് 4 ആയാലും 6 ആയാലും ഒന്നും ലക്കിയല്ല. ഇന്ന് നട്ടുച്ചയ്ക്ക് മുമ്പ് ഞാൻ ടിക്കറ്റ് എടുത്താ എനിക്ക് പ്രൈസാ. നമ്പറൊന്നും നോക്കണ്ട, ഒരെണ്ണം എടുത്തോ. ഞാൻ ഒരെണ്ണം എടുക്കാം. ഈശ്വരാ, ഓ ആങ്കർ നല്ല ഒരെണ്ണം അല്ല, ഞാൻ 2-3 ആങ്കർ വാങ്ങിച്ചോണ്ടേ എല്ലാം എന്താ ഇതൊക്കെ പൊട്ടി. ഹാങ്ങർ എടുക്കാൻ പോയാൽ ആ വഴി പോയിന്നേ വിചാരിച്ചത്. കിട്ടണ്ടേ? എവിടെയൊക്കെ തപ്പി അവിടെ എവിടെ മറ്റേ കട്ടിലടിയിലൊക്കെ എടുത്തിട്ടിരുന്നേ. പിന്നെ ഇനി മേലാലാവട്ടെ, വെള്ള ഷർട്ട് 3-4 ദിവസം ഇട്ടാലറിയാം. ഒരു ദിവസം ഇട്ടിട്ട് അങ്ങ് മാറിയാ എന്താ നിങ്ങക്ക്? അതെ, ഞാൻ ഇനി ദിവസം ഇട്ട് നിന്നെ കൊണ്ട് കഴിയിച്ച് നിന്നെ മെനക്കെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ് 3-4 ദിവസം ഒരുമിച്ച് അങ്ങ് ഇടുന്നത്. അത് തേക്കാൻ മടിയായിട്ടല്ലേ? ഇത് നോക്കിയേ, കോളറിൽ നിന്ന് അഴുക്ക് പോവാത്തത്. എത്ര നേരം ഉരച്ചാ മതി. ഇതല്ലേ ഒരക്കനല്ലേ കാണുന്നത്? തേക്കണ ഭയങ്കര കാര്യമില്ല. അല്ല അല്ല, നീ അതൊന്നും നല്ലപോലെ ഉരക്കി. രണ്ടാളും കൂടി അലക്കണ്. 2 ആളും കൂടി അലക്കണല്ലേ എന്റെ പൊന്നെ. ഈ ഷർട്ടിന്റെ കാര്യം പറഞ്ഞതാ. അമ്മാവൻ എന്താ രാവിലെ നിന്ന് പിന്നെ പോയിന്ന് പറഞ്ഞു? കനകന എവിടെ പോയതാ? ഞാൻ വന്ന വഴിക്കേ അർജന്റായിട്ട് നട്ടുച്ചയ്ക്ക് മുമ്പ് മേടിക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ പോയതാ. കിട്ടി? എന്നിട്ട് വേഗം വന്നല്ലോ. വേഗം വന്നല്ലോ. ഉച്ചയില്ലേ? എന്താ അതെ, അത് ഉരച്ചൊരച്ചത് കീറല്ലേ. ഒന്നാമത് ഈ ഓരോ പാർട്ടിക്കാർക്കും ഓരോ ഡ്രസ്സ് വേണേ. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് കറുപ്പാക്കി കൂടെ? എന്നിട്ട് ഞങ്ങള് ശരണം വിളി ശബരിമലയ്ക്കും കൂടെ പോവാ. എന്തിനാ ഇപ്പൊ കറുപ്പാക്കണത്? ഞാൻ പറഞ്ഞു ഈ കോട്ടൺ എടുക്കാതെ വല്ല പോളിസ്റ്ററിന്റെ ഇട്ടാ പോരെ അമ്മാവ, വെള്ളയാ പോരെ. അയ്യോ എടി, പോളിസ്റ്റർ ഇട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ പടപട നിൽക്കൂല. അത് കോട്ടൺ തന്നെ ഇടണം. ഇച്ചിരി ഒന്ന് അലക്കി മറ്റേ സ്റ്റാർച്ചും കൂടെ മുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഗുമ്മനെ നിൽക്കും. എന്തിനാ അങ്ങനെ ഗുമ്മനെ നിൽക്കണത്? ഈ ഡിഗ്രി പോവാനല്ലേ? പിന്നെ അത് ഇറങ്ങിയ ഒരു കലയാണ് അമ്മാവ. അമ്മാവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു MLA, ഒരു മന്ത്രിയോ, ഒരു പൊതുപ്രവർത്തകനോ വെള്ളം ഇട്ട ഞാൻ ഇട്ടോണ്ടിറങ്ങണ ഗമ കിട്ടുമോ? അതെ, ശരീരം ഇളകാതിരിക്കണവർക്കൊക്കെ വെള്ളയും നല്ലത്. അതെ, ഈ പകല് കാണുന്ന സ്വപ്നം ഫലിക്കൂ? പകല് കാണുന്ന സ്വപ്നങ്ങളാണ് ഫലിക്കാറ് എൻ്റെ അറിവിൽ. അതെ, നമ്മുടെ വലിയൊരു ഉദാഹരണമാണ് അൻസാർ. ഇലക്ഷന് അവൻ ജയിക്കുന്ന അവൻ്റെ ഉമ്മ സ്വപ്നം കണ്ട് ഇലക്ഷന് അവൻ പുട്ടുപോലെ ജയിച്ചില്ലേ? പിന്നെ അതുകൊണ്ടൊന്നും അല്ല, വലിക്കുമായിരിക്കും. പക്ഷെ ഇതിപ്പോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഒന്നും ജയിക്കും അല്ലെങ്കിൽ തോക്കും. അതിനൊന്നും സംഭവിച്ചു. അപ്പൊ നീ പറയണ വലിക്കില്ല എന്നാണോ? വലിക്കൂല എന്നല്ല, വലിക്കൊക്കെ ചെയ്യും. ക്ലീറ്റോ അടുക്കളയിൽ ഇതിരിക്കുന്നു, നമ്മുടെ ചോറ് ഇതാക്കാൻ. ഒന്ന് പോയി നോക്കിക്കേ, ചെല്ല്. നിനക്ക് അത് പിന്നെ വെച്ചാ പോലെ അത് കരിഞ്ഞു പിടിക്കും. വേഗം ചെല്ല്, ഒന്ന് വാർത്തിടണേ കേട്ടാ. കൈ പൊള്ളിക്കരുത്. വാ 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 വാ. പിന്നെ പകല് വലിക്കോ? പിന്നെ വലിക്കാറില്ലേ? മറ്റേ അമ്മാവൻ ഓർക്കണില്ലേ പണ്ട് നമ്മുടെ പശു ഉണ്ടായിരുന്നത്? അമ്മ ഉച്ചക്കാറ്റേ കിടന്ന് ഉറങ്ങിയിട്ട് സ്വപ്നം കണ്ടത്. എന്നിട്ട് തൊഴുത്തി ചെന്ന് നോക്കിയപ്പോ പശു പെറ്റ് കിടക്കണേ.
അതെ എന്നിട്ട് നമ്മൾ പറയും ചെയ്തു ഉച്ചക്ക് സ്വപ്നം കണ്ടാ കണ്ടോണ്ടോ വലിക്കുമെന്ന് പറഞ്ഞില്ലേ. എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ നീ അവന്റെ വെള്ളം വെളുപ്പിച്ചോണ്ടിരിക്കും. അല്ലാതെ എന്താ പണി? അയ്യേ അമ്മാ നിന്നേ, ദേ കാക്ക തൂറിയേക്കണ് ഉടുപ്പില്. അയ്യേ എവിടെ? ദേ ഇവിടെ 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 ഉണങ്ങി പിടിച്ചിട്ടാ അത്. അത് ശരി, അതാ അവൻ അവിടെ മരത്തിന്റെ ചോട്ടിലാണല്ലോ വിറ്റിരുന്നില്ലേ. എന്ത്? അവിടെ അല്ല, അതാ മരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങുണ്ടോ ഊരത്ത് കഴുകിടാ. പിന്നെ അത് ഉണങ്ങി പിടിച്ചിരിക്കുന്നു കൊറേ നേരമായോ. കണ്ടത് നന്നായി. ഇതിട്ടുണ്ടോ നടന്നേച്ചത്? ആൾക്കാര് കണ്ടിട്ടുണ്ടാവും. കാക്ക മേലെ തുല്യ തലയിലാണെങ്കിലേ കഷ്ടകാലം തോന്നുന്നു അല്ലേ. പിന്നെ അങ്ങനെയൊക്കെ നോക്കിയാ കാക്കയ്ക്ക് അപ്പിടാൻ തോന്നി, കാക്ക അപ്പിട്ടത്രല്ലേ ഉള്ളൂ. കഴുകിട്ട് ഔട്ടിയേ നന്നായി, അത് കണ്ടത് നന്നായി. ₹10 ലോട്ടറി. ആ ഇങ്ങോട്ട് വാടി. എന്നാ ഇത് നോക്കാൻ കൂടി എനിക്ക് ഇത് ശരിയാവില്ല. എന്ത് ശരിയാവാത്ത ആക്ക് പറഞ്ഞു ക്ലീറ്റോച്ചാ. എന്റെ തങ്ക അത് എനിക്ക് അത് ബന്ധമില്ലെന്നൊരു കൺഫ്യൂഷൻ. പണി ചെയ്തോണ്ടിരിക്കാൻ സമ്മതിക്കൂല. അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഒന്നീ ഇത് ചെയ്യ അല്ലെങ്കിൽ അത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നാ എങ്ങനെ? ആ ഇങ്ങനെയൊക്കെയാ വീട്ടിലെ പണി തീരുള്ളൂ. പിന്നെ വലിയ കാര്യം തന്നെ. ബാക്കി പെണ്ണുങ്ങളൊന്നും ഇത് പിരിച്ചേ. ഇല്ല വിരിക്കാം. നീ പോയി അത് നോക്ക്. അല്ല പിന്നെ ഒരു കഞ്ഞി ചോറ് ഉണ്ണാൻ അറിയാലോ, അതിന്റെ പാകം അറിയാത്ത എന്തേ പിടിക്കുമ്പോ അത് കയ്യിലുരുട്ടി തന്നെയല്ലേ തിന്നുന്നത്. മാസം 10,000 രൂപ ഒരു വേലക്കാരിയെ വെക്കണാണ് നല്ലത്. എന്താ? ഒന്നുമില്ല ബൊമ്പർ നോത്തിയാ ഞാൻ ഇത് വിരിച്ചോളാം. പാമ്പിന്റെ ചെവിയാണ്, എന്തെങ്കിലും പറഞ്ഞോ വാങ്ങ് കേട്ടോളൂ. ഡേറ്റ് കഴിയാത്താണല്ലോ. ഇവിടെ വന്നു ചിലപ്പോൾ കർത്താവ് എനിക്ക് തന്നാണെങ്കിൽ കേട്ടോ റൊണാൾഡിൻ്റെ ഡേറ്റ് ആയിരിക്കും. തങ്കം തങ്കം ചുപ്പതാണിച്ചാ. അയ്യോ അമ്മ വിളിച്ച തങ്കം. ഓ എവിടെ? എന്നാ എന്നാ പോക്കറ്റിലെ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതവിടെ? അതവിടെ അല്ല, അവിടെ അല്ല. തുണി അവിടെ ഞാൻ കഴുകിടാം. ദേ ആ ജനലിൽ അവിടെ ചേക്കുന്നു. അവിടെ ആ ഒരു 10 രൂപയുണ്ടേ. ആ അതന്നെ 10 രൂപയും ലോട്ടറി. 10 രൂപ കിട്ടിയില്ലേ? 10 രൂപ കിട്ടി. അത് കിട്ടിയിട്ട് ലോട്ടറി എവിടെ? അവിടെ ഉണ്ടെന്ന്. എവിടെ? ആ ലോട്ടറി 10 രൂപയല്ലേ അവിടെ വെച്ചത്. 10 രൂപ ഉണ്ട് ലോട്ടറി എവിടെ? ഞാൻ എടുത്തോ? കണ്ടില്ലല്ലോ. എവിടെ? ചേടോ അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന എന്തിയെ? എവിടെ? അതാ ചോദിക്കണേ. ഇവിടെയാ വെച്ചത് 10 രൂപ ലോട്ടറി കൂടി. കളിക്കല്ലേ നീ? ടിക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ 10 രൂപ മാത്രം ടിക്കറ്റ് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ? ചാടിപ്പോയി. എവിടെ എവിടെയെങ്കിലും കാറ്റൊന്നും ഉണ്ടായിരുന്നു. ടിക്കറ്റ് ചാടി കളിപ്പിക്കല്ലേ കുട്ടികൾ കത്താ? അത് ആവശ്യണ്ടതേ. എനിക്കറിയില്ല, ഞാൻ ഇവിടെയാണ് വെച്ചത്. നീ കളിക്കില്ല, അത് കാര്യമുള്ള ടിക്കറ്റ് ആണ്. ആ ടിക്കറ്റിക്ക് വേണമെന്ന്. ഇപ്പൊ ടിക്കറ്റ് കാണാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നേ? 10 രൂപ ഇവിടുന്ന് കിട്ടിയില്ലേ? ആ ഇവിടെ തന്നെ വെച്ച്. ടിക്കറ്റ് അവിടെ ആ ടിക്കറ്റ് മര്യാദക്ക് തന്നോ നീ? എന്റെ അമ്മാവ് ഇത്രമാത്രം ചാടുന്നതിന് ഒരു 100 രൂപയുടെ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഒരു ടിക്കറ്റ് വേറെ എടുത്താൽ പോലെ. അങ്ങനെയല്ല, ഈ ടിക്കറ്റ് തന്നെ വേണം. ഈ ടിക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് എവിടെ? ആ ടിക്കറ്റ് എന്തായാലും നിർത്തിയത് സാധാരണ ലോട്ടറി ടിക്കറ്റ് ആയിരുന്നല്ലോ. എന്നോട് ഇവിടെ നീ ആരാ വന്നു? ഇവിടെ ഇപ്പൊ ആരും വന്നില്ല. ക്ലീറ്റ വന്നതേ തുണി വിരിച്ചിട്ട് പോയി. അപ്പൊ അവിടുത്തുണ്ടോ? അവരോട് ചോദിക്കാം മാവാ. ക്ലീറ്റോ ഈ സൈഡിലിരിക്കണ അവരോട് ചോദിച്ചോ. മര്യാദക്ക് ടിക്കറ്റ് കിട്ടണോ? എന്റെ സ്വഭാവം അറിയില്ലത്. ക്ലീറ്റോ ക്ലീറ്റോ
എന്റെ അമ്മാവ കണ്ണു മുമ്പിൽ ഒരു സാധനം കിടന്നത് കാണൂല. അത് തന്നെയല്ല 10 രൂപ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീറ്റോ അല്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അത് ദൈവം തന്നാണ്. ശനിയനായിട്ട് നീ തിന്നാനാക്കരുത്. പറയണത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തരൂല. ഞാൻ കണ്ടില്ല, ഇവിടെ വെച്ചിട്ട് ഒന്നാമത് നിന്നോട് ആരപ്പാ ചുപ്പ വെള്ളത്തിലിട്ട് മുക്കാൻ പറഞ്ഞത്? ഒരു കാക്ക കാക്ഷിച്ചല്ലോ, അവിടെ തുറച്ചാൽ മതിയായിരുന്നില്ലേ അത്? വിശക്കുന്നില്ലേ? ഭയങ്കര വിശപ്പ്. അന്നേ വാ. അമ്മ അവിടെ ഇട്ടിട്ട് അതിന് അമ്മാവൻ വന്നല്ല. ആ അമ്മാവൻ വന്ന് അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പുറത്തോട്ട് പോകണുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും. അമ്മാവോ, അമ്മാവാ ദേ വരുന്നു. ഇതെവിടെ പോയിരുന്നത്? വിശക്കുന്നില്ലേ? ചോറെടുക്കട്ടെ? എന്താവശ്യത്തിന് നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെറുതെ അവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവിടെ തങ്കത്തിന് കണ്ടപ്പോൾ അവളുടെ അടുത്ത് പോയി. അതോടുകൂടി എന്റെ ഭാഗ്യം പോയി. ഞാൻ വരണ പഠിക്കണ ആ മരത്തിന്റെ അവിടെ നിന്നപ്പോ എന്താ ചുപ്പട മുകളിൽ ഏതോ പക്ഷി കാട്ടിച്ചു കണ്ടു എന്നും പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് തുടച്ചാ പോരെ. അവൾക്ക് ഞാനത് അയച്ചു കൊടുത്ത് തിരുമ്പിയിട്ടേ പറ്റും. നല്ല കാര്യമല്ലേ? എന്താ നല്ല കാര്യം? അതിന്റെ ഉള്ളിൽ ഞാൻ 100 രൂപയുടെ ടിക്കറ്റ്, ബമ്പർ ടിക്കറ്റ് എടുത്തത് ഒരു 10 രൂപ ഉണ്ടായിരുന്നു. അത് 2 എടുത്തു വെച്ചിട്ട് അത്ര ബിള് കഴുകിയിട്ട് ഇപ്പൊ നോക്കുമ്പോ കാശും കാണില്ല, ടിക്കറ്റും കാണില്ലെന്നേ. അത് പോട്ട് 110 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. എന്ത് 110 രൂപ? ആ അത് വേണം ഞാൻ തരാം. ഇനി വഴക്കുണ്ടാക്കണ്ട. അതല്ലടാ, ടിക്കറ്റിന് ഒരു മഹത്വമുണ്ട്. അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് എന്ത് മഹത്വം? പിന്നെ ചേച്ചി ഷർട്ട് കഴുകി തന്ന ഒരു മഹത്വം അല്ലായിരിക്കും. എടിയാ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കുടുംബം രക്ഷപ്പെടാൻ ഒരു ഭാഗ്യം വന്നതാ. അത് തൊലച്ചില്ല എല്ലാവരും കൂടിയിട്ട്. ഇതൊരു കാര്യം ചെയ്യോ, ആ ടിക്കറ്റ് എന്തായാലും കിട്ടിയേ പറ്റൂ. ഒരു ബംഗാളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ഈ വീടും വളപ്പും മുഴുവനും തെരഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ടിക്കറ്റ് എടുത്തു 1000 രൂപ ഞാൻ കൂലി കൊടുത്താലും വേണ്ടി. എന്റെ അമ്മാവ എന്തിനാ കണ്ണി കണ്ട ബംഗാളിക്കൊക്കെ 1000 രൂപ കൊടുക്കുന്നത്? എനിക്ക് 500 രൂപ ഞാൻ തപ്പിത്തരാം. പക്ഷെ ടിക്കറ്റ് കിട്ടിയാലും കിട്ടിയില്ലല്ലോ എനിക്ക് പൈസ തരണം. ആ പിന്നെ നോക്കണ്ടേ ഞാൻ? പിന്നെ വേണം. അധ്വാനം ഉണ്ടല്ലോ. ഇത് നോക്കുന്നത് ചുമ്മാലല്ലോ. അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് ഒരു 500 രൂപ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടിക്കറ്റ് എടുത്ത് തന്നെ തരും. അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. സമയപ്പായി. എന്നാലും ഒന്നും ഒന്നും കൂടി എവിടെ പോണ? ഉടുപ്പെടുത്തിട്ട് പോ. അതുപോലെ ചോറ് കഴിച്ചിട്ട് പോ. അതെ, ഊണൊന്നും ഇപ്പൊ കഴിച്ചാറങ്ങില്ല. അത് ദൈവം തന്നാലും ശനിയും തിന്നാനാക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അപ്പോഴത്തെ സ്ഥിതി. തീരുമാനിച്ച ഇന്നത്തേക്കുള്ളതായി വാ. ഇല്ല, ഞാൻ ആലോചിക്കണേ, ഇന്നത് വരെ ലോട്ടറി ടിക്കറ്റ് അമ്മാവ് എടുത്തിട്ടില്ല. ഇപ്പൊ എടുക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ ഏട്ടാ ഈ ചേച്ചിനെ പറഞ്ഞാ മതി. ഷർട്ടിന്റെ ഏതോ ഒരു സൈഡിലെങ്ങാണ്ടാണ് ആ കാക്ക തൂറിയിട്ടത്. എന്നിട്ട് അതിന് ആ ഭാഗം മാത്രം കഴുകിയാൽ പോരാ. ചേച്ചി എന്തിനാ ഷർട്ട് ഊരിട്ട് കഴുകിയത്? അതൊക്കെ പണ്ടുള്ള സ്വഭാവമാണ്. ഇച്ചിരി പല്ല് തൂറിയാല, ഇച്ചിരി എന്തെങ്കിലും കളർ വരണ്ടാല ഉടനെ അതിനെടുത്തങ്ങ് നനയ്ക്കും. അല്ലെങ്കിൽ ആ വശം മാത്രം ചെയ്താൽ പോരാ. ഇനി നോക്കിക്കോ, എന്റെ തെറ്റാണ്. മെനക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഊരിത്താ ഞാൻ കഴുകി തരാന്ന് പറഞ്ഞു. ഇപ്പൊ അതെ എല്ലാ കുറ്റവും എനിക്ക്. ചെയ്യാതിരുന്നാ മതിയല്ലോ. ഞാൻ വേറെ കാര്യം പറയാം. ഈ ലോട്ടറി അടിച്ച് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. കട്ടാമണം മടങ്ങുള്ളൂ. അതല്ലെന്ന് ആ 10 രൂപ കിട്ടി. ലോട്ടറി ടിക്കറ്റ് എവിടെ പോയി? അതാണ് ലോട്ടറി ടിക്കറ്റും 10 കൂടെ ഒരുമിച്ചിരുന്നത്. എടാ ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് അവിടെ ഇരുന്നോട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഏത് കാലമാടൻ എടുത്തോണ്ട് പോയി? എടുത്തു മാറ്റിയതാണ്. ആരെടുത്താലും കുറെ കഷ്ടം തന്നെ. കാക്ക വല്ല എടുത്തോണ്ട് പോവേ, എല്ലാം കിളികളെല്ലാം കൊത്തിക്കൊണ്ട് പോവേ. നല്ല കാറ്റുണ്ടായി, കാറ്റത്ത് പറന്നു പോയതായിരിക്കും. എത്ര ദൂരം പോവും? ഞാൻ ആ പരിസരം മൊത്തം നോക്കി. എനിക്ക് തോന്നുന്നു അപ്പുറത്തോട്ട് വീണ് പോയിട്ടുണ്ടാവും ആ ചവറിന്റെ ഇടയ്ക്ക്. അവിടെ എല്ലാം നോക്കിയില്ല പെണ്ണെ. അവസാനം പ്ലാവിന്റെ മണ്ടക്കറി ഇല വരെ പൊക്കി നോക്കി. അവിടെ പ്ലാവിന്റെ മണ്ടയില പ്ലാവിന്റെ മണ്ടയിൽ ലോട്ടറി ടിക്കറ്റ് പറന്ന എന്റെ മേളിൽ കയറും. നീ എന്റെ മേളിൽ കയറി നോക്കാൻ കാറ്റടി ചിലപ്പോ പറഞ്ഞു പോയെങ്കിലും തറയിലൊക്കെ നോക്കിയാ എല്ലാം നോക്കി. ലില്ലി നോക്കില്ലേടി? പിന്നെ 500 കൊടുക്കാന്ന് പറഞ്ഞ നോക്കിയെടുത്താ എല്ലാ സ്ഥലത്തും നീ നോക്കിയാ മൊത്തം. ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരു വഴിയേ നോക്കിയിട്ട് കിട്ടിയെങ്കിൽ ഞാൻ കൂടെ റൊണാൾഡോ വെറുതെ എടുത്ത് വെച്ചിട്ട് ഇനി അങ്ങേരെ വായിരിക്കണ കേൾക്കാൻ നിൽക്കണ്ട. ഞാൻ എടുത്ത പോലെ എന്റെ പൊന്നു റൊണാൾഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്ക്. എന്റെ ലൂർദ് മാതാവാണ് എന്റെ കിട്ടിയിട്ടില്ല. അച്ചാച്ചാ നീ ഉണ്ടായി കൊടു. അമ്മാവനെ വെറുതെ വട്ടുപിടിപ്പിക്കാതെ കൊടുക്ക്. ഇതാരുടെ കയ്യിലാതെ എനിക്കറിയാം. ആ പോക്കറ്റ് വലിച്ചു വെച്ച് നോക്കൂ. അല്ല അകത്ത് കിടക്കുന്ന പോക്കറ്റ് വലിച്ചു നോക്കൂ, അതിൽ കാണും. വേണ്ട, അതിനും പറയല്ലേ. ഉണ്ടടാ, ഇതിനകത്ത് കിടപ്പുണ്ടോ? എനിക്ക് സൗകര്യമില്ലടാ. നീ എന്റെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്യാറായില്ല കേട്ടോ റൊണാൾഡോ. നിന്റെ അടുത്ത് എടുത്താന്ന് വെച്ചാൽ നീ നീ എടുത്തെങ്കിൽ എടുത്ത്, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. വിട്ടാരെ അവൻ എന്നെ അടുത്ത് കളിക്കുന്നു കേട്ടാ. എന്നെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് നീ കേട്ടാ. ചുമ്മാ കിടന്ന് വഴക്കുണ്ടാക്കാൻ. അവൻ എടുത്തെങ്കിൽ കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അവൻ ഉടനെ എന്നെ മണ്ടയ്ക്ക് പറഞ്ഞത് എന്തിന്? ഇതിപ്പോ ആവശ്യമില്ലാത്ത റെഡി ആയിപ്പോയി. വാ ഏട്ടാ കിടക്കുന്നേ. ഇത് എങ്ങാനും നിന്റെ കൈ കിട്ടിയെന്ന് പറഞ്ഞ റൊണാൾഡോ എന്റെ വിധം മാറുവേ കേട്ടാ. നീ ഇത് കയറിപ്പോ. അല്ലാതെ കയറിപ്പോ. കളിക്കുന്നു മച്ചമ്മയോട് പോലീസ് കുത്തിയില്ലെന്ന് ആലോചിച്ചോ.
അഥവാ ഈ പ്രൈസ് അടിച്ച ലോട്ടറി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. ഞാനത് കൊണ്ട് കൊടുക്കാളേക്ക് പോകത്തില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ടാണോ? എന്ന് പറഞ്ഞില്ലല്ലോ. ഈ അമ്മാവിതോടെ പോയെന്നറിയാൻ അല്ലേലും എനിക്കല്ലാലും എല്ലായിടത്തും സാധിക്കണം. കണ്ണുനീരും വരുന്നില്ല. ലോട്ടറി എവിടെ? ആ, കേരള സംസ്ഥാനമാക്കി. ഫസ്റ്റ് പ്രൈസ് 54 ലാസ്റ്റ് നമ്പർ എന്നല്ലേ പറഞ്ഞു? അയ്യോ, ഇതിൽ ഫസ്റ്റ് പ്രൈസിന്റെ ലാസ്റ്റ് 84 കനക, കനക ദാ ഒന്നും ഇങ്ങോട്ട് വാടാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എന്താ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ എല്ലാവരും എനിക്ക് ഭ്രാന്താ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്ക്. ഇത് ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്പർ നോക്ക്, കേരള ലോട്ടറി നോക്ക്. ലാസ്റ്റ് ഒക്കെ 84 അല്ലേ? അല്ലേ? ഞാൻ ഈ ടിക്കറ്റ് എടുക്കുമ്പോ ആ ടിക്കറ്റ് തരുന്ന ആൾ എന്നോട് പറഞ്ഞു ഇത് ലാസ്റ്റ് 84 അടിക്കും ഭാഗ്യ നമ്പറാന്ന് പറഞ്ഞു. കണ്ടാ, 84 ലാസ്റ്റ്. അപ്പൊ ഞാൻ എടുത്ത ടിക്കറ്റിനാവില്ല ഇത് അടിച്ചിട്ടുണ്ടാവുക. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം തന്നത് ശനിയൻ തീയാനാക്കില്ലെന്ന്. ഇവളൊരാളത് ശ്രദ്ധിച്ചിരുന്നു. ആ ടിക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കോടീശ്വരനല്ലടാ, അല്ലേ? 84 ചിലപ്പോ തോന്നിയ അതെങ്ങനെ നോക്ക്. ഞാൻ എടുത്ത ടിക്കറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അയാൾ പറഞ്ഞു എന്നോട് അവസാനമൊക്കെ 84 അല്ലേ? ഇതൊക്കെ ചിലപ്പോ നമ്മുടെ തോന്നലുകളാണ്. അല്ല, അങ്ങനെ തോന്നില്ലല്ലോ. എനിക്ക് ഇത്ര കാലം ഇല്ലാത്ത വെച്ച് നോക്കാതില്ലല്ലോ, പിന്നെന്തിനാ? ഞാൻ നട്ടുച്ചയ്ക്ക് മുമ്പാണ് എടുത്ത്, എനിക്ക് അതിലെ പ്രൈസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടിക്കറ്റ് ഞാൻ ഉറപ്പ് പറയണു അത് പോവില്ല. ദൈവം എനിക്ക് അത്രയും മൺമറിഞ്ഞു പോയ എന്റെ കാരണവന്മാരെ എനിക്ക് അത്ര അറിയിച്ചു തന്നാണ്. ആ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ട്. അത് എടുത്തോ നാശാവൂട്ടോ ആരേലും ഞാൻ പറയും. കാരണം അത് മനഃപൂർവ്വം അവർ ഒളിപ്പിച്ചു വെച്ചതാണ്. അല്ലെങ്കിൽ അതിന്റെ കൂടെ 10 ഉറുപ്പിക എനിക്ക് കിട്ടാനും ടിക്കറ്റ് കാണാണ്ടാവും ചെയ്യാന്ന് പറഞ്ഞാൽ വന്നാ നല്ല മട്ടൺ കൂട്ടി കഴിക്കാം, മട്ടൺ കൂട്ടി ചോറ് കഴിക്കാം. നീ വിളിച്ചിട്ട് പോ. ശരി. അയ്യോ, എവിടുന്നാ നീ രാവിലെ വരുന്നത്? ഞാൻ മാർക്കറ്റിൽ പോയി 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇച്ചിരി മട്ടൻ വാങ്ങണം. നല്ല നമ്മളെ സബീർ ഒന്ന് നല്ല മട്ടൻ വിടണം. നല്ല പിഞ്ച് മട്ടൻ. എന്താ സാധനം? മട്ടനല്ലേ? മട്ടൻ. എടാ 10 ഉറുപ്പിയുടെ മത്തി ഈ വീട്ടിലേക്ക് നീ വാങ്ങണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇന്ന് നീ മട്ടൻ മേടിക്കണോ ബീഫ് മേടിക്കണോ? എവിടുന്നാണ് എന്റെ പൈസ? എവിടുന്നാണ് നിന്റെ പൈസ? സത്യം പറഞ്ഞോ. എന്റെ ടിക്കറ്റ് എവിടെ? മാത്രമല്ല, അമ്മയ്ക്ക് ഒരു സെറ്റ് സാരി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ വാങ്ങിക്കാം, നിങ്ങൾക്കെല്ലാം വാങ്ങിക്കാം. അത് അമ്മയ്ക്ക് ഞാൻ ഇത് കണ്ട ആ കട തുറന്നിട്ടുണ്ട്. കണ്ടോടി, ഇന്നലെ വരെ 10 പൈസ ഇല്ലാത്തവൻ ഇന്നതാ നേരം വിളിച്ചമ്പോ മട്ടൻ, ഡ്രസ്. ഈ കാശൊക്കെ എവിടുന്നാ? നിന്റെ ടിക്കറ്റ് കട്ടെടുത്തുള്ള ആ കാശല്ലേ ഇത്? ടിക്കറ്റ് കിട്ടിയില്ലെന്നോ? ടിക്കറ്റ് കിട്ടാണ്ട് എങ്ങനെ 10 പൈസ ഇല്ലാത്തപ്പോ ഈ രാവിലെ മട്ടൻ മേടിച്ചു? അമ്മ ലോട്ടറി അടിച്ചതാണ്. ലോട്ടറി അടിച്ച് പിന്നെ ലോട്ടറി അടിച്ച പൈസ എത്ര നടക്കും? എടാ, ലോട്ടറി അടിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കടം കൊടുക്കുക. എത്ര ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വല്ല പറയൂട്ടെ അമ്മാവാ, അത് അമ്മാവിന്റെ ലോട്ടറി അടിച്ച പൈസ ഒന്നുമില്ല. എടാ ചേർക്ക, പാർട്ടി വണ്ടി പാവം പിടിച്ചവൻ മാറ്റിയതാ. ഫണ്ടിന്നോ? 10 പൈസ ഇല്ലാത്ത ഫണ്ട് വെച്ചോണ്ട് നടക്കണം. ഇപ്പൊ എന്റെ ഫണ്ടിൽ എവിടുന്നാണ് പൈസ? ഫണ്ടില് പൈസ ഒക്കെ ഉണ്ട്. അതിന്ന് ക്ലീറ്റ് വെച്ചിട്ട് സാധനം മേടിക്കാന്ന് പറഞ്ഞ എല്ലാ ദിവസവും കടം പറയണ എങ്ങനെയാടാ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാട്ടോ, ആ പൈസ കൊണ്ടാണ് നിങ്ങൾക്ക് വാങ്ങിയേക്ക്. നിങ്ങൾ നേരാവില്ല കാര്യം ഞാൻ പറയാം. ബഹളം വയ്ക്കണ്ട. നിന്റെ വാങ്ങിച്ച 500 രൂപ കടം തീർന്നിട്ട് കണ്ടോ? കൊടുത്തോ, എല്ലാവർക്കും മാരി വലിച്ചു കൊടുത്തോ. അമ്മാവന്റെ ലോട്ടറി ടിക്കറ്റ് ആയിരിക്കും 5 കോടി രൂപ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അവ എടുത്തു. അല്ല, എത്ര 5 കോടി. 5 കോടിയോ? 5 കോടിയുടെ ടിക്കറ്റ് അല്ലല്ലോ ഞാൻ. അതെ, അത് ആ പൈസ കിട്ടും. അത് കൊണ്ടുപോയി അമ്മാവൻ നിരത്തി വെച്ചിട്ട് അതിന്റെ മേളിൽ കിടന്ന് ഉറങ്ങും. നോക്ക്, കേരള ബാങ്ക് കണ്ടോ? ഇതിന്റെ ലാസ്റ്റ് അക്കം കണ്ടോ? 84. ഇതാണ് അവനോട് പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക്. നോക്ക്, ഇത് 784 അല്ലേ? ഇത് 684 സീരിയസ് നോക്കിയാ. എടേ, അതിന് പ്രൈസ് അടിച്ചിട്ടില്ല, ഒരു കുന്തം അടിച്ചിട്ടില്ല. ഞാൻ നോക്കി റിസൾട്ട്. പിന്നെ അടിച്ചെന്ന് പറഞ്ഞത് അപ്പൊ ഇതിനൊന്നുമില്ലേ? അതിനൊന്നുമില്ല. ആളെ വേണ്ട, നീ ടിക്കറ്റ് എടുത്തോണ്ട് പോയി. നീ നിനക്ക് അവിടെ ലോട്ടറി കിട്ടി? വഴി കിടന്ന് കിട്ടി. പൊന്നെ എന്തായിരുന്നു വാങ്ങിയിട്ട് ഇങ്ങോട്ട്? കനക, നീ ഞങ്ങളുടെ പുരുഷ വലിയച്ഛനെ കണ്ടിട്ടുണ്ടോ? അല്ലെ, ഞാൻ ജനിക്കും മുമ്പേ പുള്ളി മേലോട്ട് പോയല്ലോ. മൂപ്പര് ജീവിച്ചിരുന്നപ്പോ എൻ്റെ അച്ഛൻ ഒരു സമാധാനം കൊടുത്തിട്ടില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം തന്നൂടെ?